ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് രേണുസുതിയെ പറ്റി കുറച്ച് സംസാരിക്കാം. രേണുസുതി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുമല്ലോ. ഇപ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. വീട് പണിത് കൊടുത്ത ആൾ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അവരുടെ ബിസിനസ്സൊക്കെ നഷ്ടത്തിലായി, അവരെ ആൾക്കാർ വിളിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ അലൻ ജോസ് പെരേര എന്നോട് നന്ദിയേട് കാണിച്ചു എന്നും പറഞ്ഞു അലൻ ജോസ് പെരേര വന്നിട്ടുണ്ട്. പിന്നെ മനീഷ, നമ്മുടെ ഗായികയും അഭിനേത്രിയുമായ മനീഷ രേണുസുതി ബിഗ് ബോസിൽ പോയതിനെയൊക്കെ പറ്റി പറയുന്നു. അതൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അലൻ ജോസ് പെരേര പറഞ്ഞു കേൾക്കാം. രേണുവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അലൻ ജോസ് പെരേര തൻ്റെ പുതിയ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ചെന്നില്ല. അതിലുപരി ബ്ലോക്കാക്കുകയും കൂടെ ചെയ്തു. മേലാൽ ഈ നമ്പറിൽ വിളിക്കരുതെന്ന് പറഞ്ഞ് ബ്ലോക്കാക്കിയെന്നാണ് പെരേര. കുറച്ച് ക്യാഷ് കയ്യിൽ വന്നെന്ന് കരുതി വന്ന വഴി മറക്കരുത്. ദുബായ്, ഖത്തർ ഇവിടെയെല്ലാം ഓടി നടന്ന് പ്രോഗ്രാം ചെയ്യുന്ന രേണുവിന് എൻ്റെ വർക്കിന് വരാൻ ടൈമില്ല. ബിഗ് ബോസിൽ പോയി 30 ദിവസം നിന്ന് പുറത്തായപ്പോഴേക്കും പണ്ട് ചാൻസ് ചോദിച്ച് നടന്നതൊക്കെ രേണു മറന്നു. എൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചാണ് രേണു ആദ്യമായി വൈറലാകുന്നത്. അങ്ങനെയാണ് ബിഗ് ബോസിലെ എൻട്രി പോലും കിട്ടിയത് കേട്ടോ. ബിഗ് ബോസിൽ പോകാൻ പോലും പറ്റിയത് അലൻ ജോസ് പെരേര കാരണമാണെന്ന് ഓർക്കണം. ഇപ്പോൾ എൻ്റെ പുതിയ വർക്കിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ശല്യമായി. അതാണ് അലൻ ജോസ് പെരേരയുടെ രേണുവിനെ കുറിച്ചുള്ള. ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ പഴമക്കാർ പറയല്ലേ, പെരയ്ക്ക് മീതെ ഫലം കായ്ക്കുന്ന വൃക്ഷമാണേലും അത് വളർന്നു പോയാൽ വെട്ടിക്കളയണമെന്ന്. കാരണം അത് പിന്നെ വീടിലോട്ട് വീണ് ഇതാവും. അതുകൊണ്ടാണ് അങ്ങനെ. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. ആദ്യമൊക്കെ വന്നതും കൂട്ടുകൂടിയതും ഒക്കെ സത്യമായിരിക്കാം. പക്ഷേ നമുക്കറിയാം, കൊല്ലം സുധിയുടെ ആ ഒരു ഓർമ്മ ദിവസം പോയി അവിടെ പോയി നിന്ന് ഡാൻസ് കളിച്ച് രേണുവിന് മേടിച്ചു കൊടുത്ത പണി നമുക്കറിയാവുന്നതല്ലേ. അപ്പം പുള്ളിക്കാരത്തെ ഇനിയുള്ള ആ യാത്രയിലൊക്കെ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ്. കാരണം ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് രേണുസുധിയെ നമുക്ക് അതിന് ഒന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് വീട് പണിത് കൊടുത്ത ആളുടെ കരച്ചിൽ കേൾക്കാമെന്ന് തന്നെ പറയാം. അതാണിപ്പം. വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതൊന്നും വിട്ട കാര്യമാണ്. ഞങ്ങൾ പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും, ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് പലർക്കും അറിയില്ല. രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ്കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ, അതേപോലെ ബിഗ് ബോസ്, ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്ത പേരുകളും ഒരുപാട് ഹരാസ്മെന്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പറ്റി, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ളത്. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും എങ്കിൽ ഞാൻ പറയാം. ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് കേട്ട് സന്തോഷിക്കാം, മിത്രങ്ങൾക്ക് ഇത് കേട്ട് പക്ഷേ സഹകരിക്കാം. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡെവലപ്പായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചാർത്തി തന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിന്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു. അതിൽ അവർ വിജയിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയുന്നത് വെച്ചാൽ രേണുവിനെയും കുടുംബത്തിനെയും സഹായിച്ചു എന്നതിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടുതൽ ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ട്. ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചെല്ലാം രേണുവിൻ്റെ ഭാഗത്ത് കുറ്റം, കുറച്ചെല്ലാം ഇവരുടെ ഭാഗത്ത് കുറ്റം ഉണ്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ ഭാഗത്ത്, രേണുവിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറ്റം എന്ന് പറയാൻ പറ്റില്ല. ആ കാലം ഓർക്കുന്നുണ്ട്. രേണു അതൊരു ചാനലുകാരനോട് പറയുന്നു വീട് ചോർച്ചയുണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നു. അപ്പോൾ ആ ചാനലുകാരനാണ് എടുത്തു ചോദിക്കുന്നത്, ബെഡ്റൂം ചോരുന്നില്ലേ, ഹാള് ചോരുന്നില്ലേ എന്ന്. അതാ മോളിൽ വെച്ച ഏതോ ഒരു സംഭവത്തിൻ്റെ അകത്തോടെ എറിച്ചിലടിച്ച് താഴെ വന്നായിരുന്നു എന്ന് ഇവർ പറയുന്നു. ഓക്കെ, അത് പരിഹരിച്ചു കൊടുത്തു. അത് അവിടെ കഴിഞ്ഞു. അതൊക്കെ അങ്ങ് വല്ലാത്ത
വിവാദങ്ങളായി യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ ചെയ്ത് അങ്ങ് ഇവരെല്ലാം ഏറിപ്പോയി, അച്ഛനും എല്ലാം ഏറിപ്പൊക്കോണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഇതെല്ലാം അന്ന് സംഭവിച്ചു പോയതാണ്, ആരുടെ ഇതുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ പിന്നീട് നമ്മൾ കാണുമ്പോൾ വേറൊരു കാര്യം, ഒന്ന് മതിൽ പണിത് വെച്ച് വളരെ മോശമായിരുന്നു. രണ്ട്, തങ്കച്ചൻ ചേട്ടനെ നമ്മൾ വെറുതെ ചേണ്ടി തുരപ്പനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ആരെങ്കിലും ഒരു വീട് പണിത് 1 വർഷത്തിനകം ഈ ഇതെല്ലാം ഇങ്ങനെ ചുരണ്ടിയാൽ പോരുന്ന ഒരു അവസ്ഥ വന്നാൽ അത് ശരിയാണോ? അത് വീട് പണിത് ശരിയല്ല എന്ന് തന്നെ നമ്മൾ പറയും, ഇല്ലേ? അല്ല, നമ്മൾ ലക്ഷങ്ങൾ മുടക്കി സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നു, ആ വീട് 1 വർഷം പോലും ആകുന്നതിനപ്പുറം കൈകൊണ്ട് ചിരണ്ടി വീഴുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് ആൾക്കാർ കണ്ടും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ വേറെ ഇവരുടെ ഭാഗം പറയാനുണ്ട്. അതായത് ഇവർ ഈ ചാരിറ്റിയാണ്, ഇവർ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയായിരുന്നു. ഇവർ വീട് പണിത് കൊടുക്കുന്നതോടൊപ്പം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് മറ്റുള്ള പാവങ്ങൾക്കും കൂടെ വേണമെന്ന് കരുതി ഓരോരുത്തർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അവരങ്ങനെ ഇത് ഏറ്റെടുത്ത് രേണുസുതിക്ക് വീട് വെച്ച് കൊടുത്തതാണ്. അവസാനമായപ്പോഴത്തേന് ഇങ്ങേരുടെ കയ്യിൽ ഫിറോസിൻ്റെ ഈ കാശില്ലാതെ വരികയും ഇങ്ങേര് കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകയും പിന്നെ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെയോ ചെയ്ത് ഒപ്പിച്ച് മതിൽ പിന്നെ മറുനാടനാ കൊടുത്തെന്ന് തോന്നുന്നു, 1.5 ലക്ഷം രൂപയെങ്ങാണ്ട്. അങ്ങനെയൊക്കെ ലാസ്റ്റ് കാശില്ല വിഷമിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോഴായിരിക്കാം അങ്ങനെയൊക്കെ പണി ഒരു വിധത്തിൽ തീർത്ത് അവർക്ക് കൊടുത്തത്. അപ്പം ഇവർ ഇനി എടുക്കുന്ന വീടെല്ലാം ഇങ്ങനെ ആക്കുമെന്നൊരു അത് വേണ്ട, കാശുള്ളവർ എടുക്കുമ്പോൾ കാശിട്ടല്ലേ, അവർ കാശ് കൊടുത്തല്ലേ പണിയുന്നത്, അപ്പം നല്ലപോലെ പണിയും. പക്ഷേങ്കിൽ ഈ വിവാദങ്ങളെല്ലാം ഇവരുടെ ബിസിനസ്സിനെ ബാധിച്ചു. കാരണം ഒരു വീട് പണിത് വെച്ചിട്ട് അതിന് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ, ജനം അത്രയും ശ്രദ്ധിക്കുന്നുള്ളൂ, വെള്ളം അടിക്കുന്നു, മതിൽ ഉള്ളില ചുരണ്ടിയാ വീഴുന്നു, അങ്ങനെ കുറെ മൈനസ് വന്നിട്ടുണ്ട് ഇവർക്ക്. അതായിരിക്കാം ബിസിനസ്സിനെ ബാധിച്ചത്. പക്ഷേ ഇവർ പറയുമ്പോൾ അതിനെല്ലാം കാരണം രേണുസുതിയാണ് എന്ന് അവരുടെ ആ കഞ്ഞി മുട്ടിച്ച്, അതായത് അവരൊരു വീട് വെച്ച് കൊടുത്തതേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ സംഭവിച്ചതെല്ലാം എന്താണ്? അവരുടെ കഞ്ഞി മുട്ടിച്ചു കൊടുത്തു, അല്ലെ അവരുടെ തൊഴിൽ ഇല്ലാതാക്കി കൊടുത്തു രേണുസുതി എന്നേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം 1 by 1 ആയിട്ട് സോഷ്യൽ മീഡിയ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ 2 പേരുടെ കയ്യിലും ഇതുണ്ട്. ചാനലിലെ ആ പയ്യൻ ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് വിവാദത്തിന്റെ സ്റ്റാർട്ടിങ്. അതായത് ബെഡ്റൂം നനയുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ പിന്നീട് രേണുസുതി പറയിപ്പിച്ചാ, നേരത്തെ പറഞ്ഞു വെച്ചിട്ട് അവൻ ചോദിച്ചതാ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അവൻ അവരുടെ വീട്ടിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോയിരുന്നപ്പം വെള്ളം മേത്ത് വീണു, ശരീരത്ത് വീണു, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞത്. എന്താണേലും വരാനുള്ളതൊക്കെ വന്ന് ഇവരുടെ ബിസിനസ്സിനെ ഇപ്പം അത് ബാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ സ്വയം മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പം ഈ രേണുസുതിയെ അതിനു വേണ്ടി പറയുന്ന വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയി. രേണുസുതിയെ മൊത്തം ന്യായീകരിക്കൊന്നുമല്ല, ആ പുള്ളിക്കാരത്തിയുടെ എല്ലാ സ്വഭാവമൊന്നും എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ ബിഗ് ബോസിൽ പോയിട്ട് ചടപടയെന്ന് പോകുന്നില്ലേ, അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന സ്വഭാവമല്ല. ചുമ്മാ ഋതപ്പനെ കാണണമെന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തത് അത്തമ്മയോട് സംസാരിക്കുക, എന്നിട്ട് ഋതപ്പനെ കാണണമെന്ന് പറഞ്ഞാൽ ചാടി ഓടി പോകുന്നു, അതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. അവിടെ ഒന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ അതായിരുന്നു നല്ലതെന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് യോജിപ്പില്ലാത്തതും യോജിപ്പുള്ളതും എല്ലാം ഉണ്ട്. പിന്നെ അടുത്ത മനീഷ വന്നിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാവേ. സുധിയല്ല മലയാളത്തിലെ ആദ്യത്തെ വിധവ. ഇഷ്ടം പോലെ ഞാൻ അടക്കമുള്ള ആൾക്കാർ ഭർത്താവില്ലാതെ 2 മക്കളെയും പോറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് വരെയും അത് ബേർഡനായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ സമൂഹത്തെ ഇങ്ങനെ ഏതു നേരവും കാണിക്കാൻ നടന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് നമ്മളെപ്പോഴും, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരണമായിരുന്നു രേണുസുതി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വിഷമുള്ളൊരു കാര്യം, ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് രേണുസുതിയെ പോലുള്ള ഒരാള് ഈ സീസണിൽ ബിഗ് ബോസിൽ വന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി കഴിവില്ലാത്ത കുട്ടി അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. കുറച്ചും കൂടി കാലം പോകെ ഈ രേണുസുതി ഇതുപോലെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ കുറച്ചും കൂടി നിന്ന് ഒരു നെക്സ്റ്റോ അതിന്റെ ശേഷമുള്ള ഒരു ബിഗ് ബോസിലേക്കാണ് രേണുസുതിനെ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് എലിജിബിൾ ആയിട്ടുള്ള, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റന്റ് പുറത്ത് നിൽക്കുന്നുണ്ട്. വെറും 3 മാസം കൊണ്ടാണ് രേണുസുതി എന്ന് പറഞ്ഞ ഒരാളെ ഈ മലയാളികൾ അറിയാൻ തുടങ്ങി. മനീഷ ആദ്യമേ പറഞ്ഞ ആ വാചകത്തിനോട് യോജിപ്പുണ്ട്. രേണുസുതി അല്ല, വിധവയായിട്ട് രേണുസുതി മാത്രമല്ല ഈ ലോകത്തുള്ള ഒത്തിരി പേരുണ്ട്. അവരെല്ലാം നമ്മൾ അറിയുന്നൊന്നുമില്ല, സെലിബ്രിറ്റീസ് ഒന്നുമല്ല. 2 മക്കളോ 3 മക്കളോ ഒക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയതാവാം, ഭർത്താവ് ഇട്ടിട്ട് പോയതാവാം. ഇതെല്ലാം ഉണ്ടെങ്കിലും അവരൊക്കെ സ്വന്തം മക്കളെ മുണ്ട് മുറുക്കി എടുത്തെന്ന് പറയുന്ന നല്ലപോലെ അധ്വാനിച്ച് അധ്വാനിച്ച് മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുന്ന അമ്മമാരെ എൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട്. അതുണ്ട്. അപ്പം ആദ്യത്തെ വിധവ
രേണുസുതിയല്ല. പക്ഷെ ആദ്യത്തെ വിധവ എന്നുള്ള രീതിയിൽ രേണുസുതിക്ക് ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയ കൊടുത്തിരുന്നു. അതാണ് സംഭവം. നെഗറ്റീവിലൂടെ ആണേലും കൊല്ലം സുധിയുടെ വിധവ എന്നുള്ള രീതിക്ക് തന്നെയാണ് പുള്ളിക്കാരത്തേക്ക് ആ ഒരു പ്രത്യേകത ആദ്യം കിട്ടിത്തുടങ്ങി. പക്ഷേ കൊല്ലം സുധിയുടെ വിധവ എന്നുള്ള ഒരു അഡ്രസ്സിലല്ല ഒരിക്കലും ബിഗ് ബോസിലോട്ട് കിട്ടിയത്. ബിഗ് ബോസിലോട്ട് കിട്ടിയതിൻ്റെ കാര്യം രേണുസുതി സോഷ്യൽ മീഡിയയിൽ അന്നത്തെ ആ സമയത്ത് ഏറ്റവും കത്തി നിൽക്കുന്ന ഇവരെടുത്താൽ ഇവർക്ക് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ ഇഞ്ഞു പോരും, കൂടെ പോരും എന്ന് പറയുന്നതല്ല, റേറ്റിംഗ് ഇഞ്ഞു പോരും കൂടെ, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് മാത്രം അവരെടുത്ത. അല്ലാതെ പിന്നെ പുള്ളിക്കാരത്തി മനീഷ പറയുന്നത് ബിഗ് ബോസിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒത്തിരി സംഭാവന കൊടുത്തവർക്ക് ബിഗ് ബോസിലോട്ട് പോകാവുള്ള ഒരു ഇതുമില്ല. അത് വളരെ തെറ്റാണ്. അതായത് ബിഗ് ബോസിൽ മനീഷ അങ്ങനെയാവാം, നല്ലൊരു ഗായികയാണ്, നല്ലൊരു അഭിനേത്രിയാണ്, അങ്ങനെയുള്ളത് ഒരു അഡ്രസ്സ് ഉണ്ട് പുള്ളിക്കാരത്തേക്ക്. പക്ഷെ ബിഗ് ബോസിൽ പോകുന്നവർക്കെല്ലാം അത് വേണമെന്ന് അത് ചിന്തിക്കാൻ പറയുന്ന കാര്യം അങ്ങനെയൊന്നും ഇല്ല. ബിഗ് ബോസിൽ പോയവർ ആരൊക്കെയാണ്? ഇപ്പൊ റേന ഫാത്തിമ പോയി, എന്ത് കാരണം കൊണ്ടാണ് പോയത്? 18 വയസ്സ് കഴിഞ്ഞത് സ്വന്തം ഒരു പയ്യനെ പിടിച്ച് ഒരു ടൂറ് പോയി. ആ ടൂറ് വൈറലായി. വീട്ടുകാരുടെ നാട്ടുകാരുടെ എതിർപ്പും മഴവെക്കാതെ പുള്ളിക്കാരത്തി സ്നേഹിക്കുന്ന പയ്യനെ പിടിച്ച് ആലിഫിനെ പിടിച്ച് ഒരൊറ്റ ടൂറ് പോക്ക്, അതാണ് വൈറലായി. അതായത് സോഷ്യൽ മീഡിയ നെഗറ്റീവോ പോസിറ്റീവോ അതാണ് ബിഗ് ബോസ് നോക്കുന്നത്. ഇപ്പൊ രേണുസുതി അവർ ബിഗ് ബോസ് രേണുസുതി അങ്ങോട്ട് എന്ന് പറഞ്ഞല്ലേ എന്നെ കൊണ്ടുവരാൻ, ഇവർ ഇങ്ങോട്ട് വിളിച്ച് രേണുസുതിയുടെ കാല് പിടിച്ച് കൊണ്ടുപോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് അവിടെ നിൽക്കേണ്ട, അതിനെക്കാട്ടും നല്ല പുറത്ത് നിൽക്കുന്നതാണെന്ന് തന്നെ തോന്നി. അത് തന്നെയാ സംഭവം. അല്ല ഋതപ്പനെ കാണാനൊന്നുമല്ല, പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഈ പിടിച്ചടക്കി ഇതിൻ്റെ അകത്ത് ഭക്ഷണമില്ല, പച്ചരിയും തിന്ന് വെള്ളവും കുടിച്ച് പട്ടിണിയും കിടന്ന് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് കിട്ടണ്ട, അതിനെക്കാട്ടും പുറത്തിറങ്ങി ഉണ്ടാക്കാമെന്ന് പുള്ളിക്ക് തോന്നി. പുള്ളിക്കാരത്തി പറഞ്ഞ് പുറത്തിറങ്ങി. അല്ലാതെ മനീഷ പറയുന്ന പോലെ സമൂഹത്തിന് സംഭാവന ചെയ്തവരെ മാത്രമേ ബിഗ് ബോസ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ കുറച്ചുകൂടെ ഇതായിട്ടേ പിന്നെ രേണുസുതിയെ ബിഗ് ബോസിൽ എടുക്കാൻ ഇത് പറ്റുള്ളൂ, അതൊന്നും ഒരു ഇതല്ല. രേണുസുതി എടുക്കുക. അതിനെ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ പോയ ആൾക്കാരെ ആരാണ് ഈ സമൂഹത്തിൽ വലിയ സംഭാവന കൊടുത്തിട്ടുള്ള, ഏത് മത്സരാർത്ഥിയാണുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഇപ്പം സാബുമാന്, ലക്ഷ്മി, നെവിന്, പ്രവീണ്, ഇവരൊക്കെ എന്താണ് നമ്മൾ അറിയാമായിരുന്നു? ഇവരൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ആ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ബിഗ് ബോസിനായിരുന്നു രേണുസുതിയെ എടുക്കണമെന്ന് ആവശ്യം, അല്ല രേണുസുതിക്കല്ല. എന്നാൽ ഇവിടെ കിടക്കുന്ന കുറെ യൂട്യൂബേഴ്സും അല്ലെ അതേപോലെയുള്ള ആൾക്കാർക്കൊക്കെ ചിലർക്കൊക്കെ ബിഗ് ബോസിൽ പോകണമെന്ന് ആവശ്യമുണ്ട്. എനിക്കൊരു ആഗ്രഹമില്ല കേട്ടോ. ഇങ്ങോട്ട് എത്ര കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല. എനിക്ക് പേടിയാണ് ബിഗ് ബോസ്. പക്ഷെ ഒത്തിരി ആഗ്രഹിക്കുന്ന യൂട്യൂബേഴ്സിനെ എനിക്കറിയാം. അവരൊക്കെ അപേക്ഷ കൊടുത്തുള്ളതുണ്ട്. അവരെ ഒന്നും എടുക്കുകയില്ല. അപ്പൊ അതിന്റെ ആ കാര്യം എന്താണ്? ഇവർക്ക് വൈറലായവരെ മതി. അത് നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണേലും കുഴപ്പമില്ല. അപ്പം മനീഷ അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. രേണുസുതിക്ക് അർഹതയില്ലായിരുന്നു പറയാം. രേണുസുതി ആവശ്യമില്ല പോയി മറ്റൊരു നല്ലൊരാളുടെ ചാൻസ് നഷ്ടപ്പെടുത്തി എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ചാൻസ് നഷ്ടപ്പെടുത്തിയ ആള് രേണുസുതിയല്ല, രേണുസുതിയുടെ കയ്യും കാലും പിടിച്ച് അവർ കൊണ്ടുപോയതാണ്. അപ്പൊ അത് ബിഗ് ബോസ് ആണ് അതിൻ്റെ ആള്, അല്ലാതെ അതും രേണുസുതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെ അങ്ങോട്ട് അപേക്ഷ കഴിച്ച് വെയിറ്റ് ചെയ്ത് പോയതാണെങ്കിൽ ഒരു പക്ഷേ പറയാം. ഇതൊന്നും അല്ലല്ലോ. ഇവർ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി രേണുസുതിയെ വിളിച്ചു, അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയുള്ള രേണുസുതിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.